الذي خلق فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും ജീവിതത്തിൽ സമ്പൂർണ്ണമായി നടപ്പിലാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാന്റെ സ്വഭാവ ഗുണങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അതിൽ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന 67-ാമത്തെ വചനം, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് സമ്പത്തിനോട് നമുക്കുണ്ടാകേണ്ടുന്ന സമീപനം എന്താണ് എന്നത്, സദഖയുടെ മഹത്വം, ആ വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അനുബന്ധമായി വിഷയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വചനത്തിൽ അന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി 3 കാര്യങ്ങളാണ് പ്രധാനമായി അള്ളാഹു വിശദീകരിക്കുന്നത്. ഒന്ന്, ചിലവഴിക്കുന്നതിനെക്കുറിച്ച്. 2, ആ ചിലവഴിക്കുമ്പോൾ മനുഷ്യരിലുണ്ടാകുന്ന 2 സ്വഭാവങ്ങൾ. ഒന്ന്, ധൂർത്ത് അടിക്കുക എന്നത്. 2, പിശുക്ക് കാണിക്കുക എന്നത്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച വചനം ലം യുസ്രിഫു എന്നതാണ്. സാമ്പത്തിക രംഗത്ത് ധൂർത്ത് കാണിക്കുകയില്ല എന്നാണ്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ അതിരുകവിയൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അതിരുകവിയലിന് മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. മനുഷ്യനെ സത്യത്തിൽ ഇസ്രാഫിന് പ്രേരിപ്പിക്കുന്നത്, ധൂർത്തിലേക്ക് നയിക്കുന്നത് വിഭവങ്ങളുടെ ആധിക്യവും സമ്പന്നതയുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയ പോലെ എല്ലാ സമ്പത്തിൻ്റെയും അധികാരി അള്ളാഹുവാണ് എന്നത് ഉൾക്കൊള്ളുകയും ഞാൻ ഇതിൻ്റെ ഒരു താൽക്കാലിക കൈകാര്യക്കാരനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് അതിയായ നിലക്കുള്ള സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള ധൂർത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് തബ്ദീർ എന്നുള്ളത്. സൂറത്ത് ഇസ്രായിലെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറ. അടുത്ത ബന്ധുക്കൾക്ക്, അതുപോലെ തന്നെ മിസ്കിന്മാർക്ക്, വഴിയാത്രക്കാർക്ക്, ഇവർക്കൊക്കെ അവരുടെ അവകാശങ്ങൾ നീ നൽകണം എന്ന് പറഞ്ഞ ശേഷം വലാ തുബദ്ദിർ തബ്ദീറ എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ തബ്ദീർ എന്ന് പറഞ്ഞത് എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം ഈ വിഷയത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. തബ്ദീർ അൽ ഇൻഫാഖു ഫീ ഗൈരി ഹഖ്ഇൻ, ശരിയല്ലാത്ത, നല്ലതല്ലാത്ത, ന്യായമല്ലാത്ത കാര്യത്തിനു വേണ്ടി ചിലവഴിക്കുക എന്നതാണ് തബ്ദീർ കൊണ്ടുള്ള വിവക്ഷ. വകദാ ഖാല ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്രകാരം തന്നെയാണ് അതിന് വിശദീകരണം നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഇബ്നു കസീർ റഹിമഹുല്ല തുടർന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് റഹിമഹുല്ലയുടെ ഈ വിഷയത്തിലുള്ള തബ്ദീറിനെ സംബന്ധിച്ച വിശദീകരണം നൽകുന്നത് ഇങ്ങനെ കാണാം. ലൗ അൻഫഖ ഇൻസാനുൻ മാലഹു കുല്ലഹു ഫിൽ ഹഖ് ലം യകുൻ മുബദ്ദിറ വലൗ അൻഫഖ മുദ്ദൻ ഫി ഗൈരി ഹഖിഹി കാന തബ്ദീറ. ഹക്കായ ഒരു കാര്യത്തിനു വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും അതിന് തബ്ദീർ, ദുർവ്യയം എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഹക്കല്ലാത്തൊരു കാര്യത്തിനു വേണ്ടി ഒരു മുദ്ദ് ചെലവഴിച്ചാലും അത് തബ്ദീറിൽ വരും. ഒരു ഉദാഹരണം സാധാരണ മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞാൽ, വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്, സുഖകരമായ ജീവിതത്തിനിടയിലാണ് കുടുംബസ്വത്ത് വീതിച്ചപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിട്ടുന്നത്. ആ 10 ലക്ഷം കൊണ്ട് ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആഖിറത്ത് നന്നാവട്ടെ എന്ന് കരുതിയിട്ട് അത് നാട്ടിലൊരു പള്ളി എടുക്കാൻ വേണ്ടി കൊടുത്താൽ അത് തബ്ദീറല്ല, അത് ദുർവ്യയമല്ല, ദൂർത്തല്ല. എന്നാൽ ആ 10 ലക്ഷത്തിൽ നിന്ന് ഒരു 100 രൂപ എടുത്തിട്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അതെന്തായി? അത് തബ്ദീറായി കഴിഞ്ഞൊന്നാണ്. അഥവാ ഇവിടെ മുജാഹിദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, ഹക്കായതിനു വേണ്ടി എത്ര ചെലവഴിച്ചാലും മുഴുവൻ നാട്ട് കൊടുത്താലും അത് ദൂർത്തിൽപ്പെടില്ല. എന്നാൽ ഹക്കല്ലാത്തതിനു വേണ്ടി എത്ര ചെറിയത് കൊടുത്താലും ചെലവഴിച്ചാലും അത് ദൂർത്തിൽ വരും. ഖത്താദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന കാണാം, അന്നഫഖതു ഫീ മഅസിയത്തില്ലാഹി തആല വഫീ ഗൈരിൽ ഹഖ് വഫിൽ ഫസാദ്. അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിൽ ചെലവഴിക്കുക, അതുപോലെ ന്യായമല്ലാത്തതിനു വേണ്ടി ചെലവഴിക്കുക, ഫസാദ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചെലവഴിക്കുക, ഇതൊക്കെ തബ്ദീറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്, ദുർവ്യയത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. സമാനമായി തന്നെയാണ് ഇസ്രാഫ് എന്ന പദത്തെയും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഇബാദുർ റഹ്മാന്റെ കാര്യം പറഞ്ഞിടത്ത് ആ പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ലം യുസ്രിഫു, അവർ ഇസ്രാഫ് നടത്തുകയില്ല, ധൂർത്ത് കാണിക്കുകയില്ല. നല്ല ഭക്ഷണം കഴിക്കുക എന്നത് ഇസ്രാഫല്ല, നല്ല വസ്ത്രം ധരിക്കുക എന്നത് ഇസ്രാഫല്ല. പക്ഷെ അവിടെയൊക്കെ കൃത്യമായി നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയുള്ള മനസ്സിനോടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഇസ്രാഫ് എന്നുള്ളത് ആപേക്ഷികമായ ഒരു പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല വരുമാനമുള്ള ഒരാള്, ലക്ഷക്കണക്കിന് രൂപ മാസവരുമാനമുള്ള ഒരാൾ, അയാൾ ഒരു 5-10 ലക്ഷത്തിന്റെ ഒരു വാഹനം വാങ്ങിയാൽ അത് ഇസ്രാഫ് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. എന്നാൽ ഒരു ബൈക്ക് വാങ്ങാൻ പോലും കഴിവില്ലാത്ത ഒരാള് ലോൺ എടുത്തിട്ട്, ബാങ്ക് ലോൺ എടുത്തിട്ട് ഒരു കാറ് വാങ്ങാൻ ശ്രമിച്ചാൽ അത് ഇസ്രാഫിന്റെ പരിധിയിൽപ്പെടും. അഥവാ ആളുടെ വരുമാനം, അയാൾക്ക് അതിനെ ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശേഷി, ഈ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ആപേക്ഷികമായൊരു പദമാണ് ഇസ്രാഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ വളരെ കൃത്യമായി മുഅ്മിനുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ പ്രകടമാവുക എന്നത് ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല. നല്ല ഭക്ഷണം കഴിക്കലാകട്ടെ, നല്ല വസ്ത്രം ധരിക്കലാകട്ടെ, നല്ല വീടുണ്ടാക്കലാകട്ടെ, ഏതാണെങ്കിലും. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി. അള്ളാഹു തന്റെ ഒരു അടിമക്ക് നൽകിയ നിഅമത്തിന്റെ അടയാളം അയാളിൽ കാണൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഷർട്ട് വാങ്ങാൻ കാശുണ്ടെങ്കിലും ഞാനൊരു ത്യാഗിയെപ്പോലെ ആകട്ടെ എന്ന് കരുതിയിട്ട് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കൽ അത് പടച്ചോന് ഇഷ്ടമുള്ള കാര്യമല്ല. അള്ളാഹ് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിന് ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സോടുകൂടി റബ്ബിന്റെ ആ നിഅമത്ത് പ്രകടമാക്കുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നതും മറ്റു വചനങ്ങളിലും നമുക്ക് സമാനമായ രൂപത്തിൽ കാണാൻ സാധിക്കും. അപ്പോ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രകടമാക്കുക എന്നത് അനുവദനീയമാണ്. പക്ഷേ അവിടെ പരിധി വിട്ടുപോകാൻ പാടില്ല എന്നർത്ഥം. സൂറത്തു അഅറാഫ് 32-ാമത്തെ വചനത്തിലൂടെ ഈ വിഷയത്തിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നത് കാണാം, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹില്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. അല്ലാഹു അനുവദിച്ച് നൽകിയിട്ടുള്ള, റബ്ബ് അവന് നൽകിയിട്ടുള്ള, തന്റെ അടിമക്ക് നൽകിയിട്ടുള്ള ഉത്തമമായ കാര്യങ്ങൾ, ഭക്ഷണത്തിൽപ്പെട്ട ഉത്തമമായ വസ്തുക്കൾ, ഇതിനെയൊക്കെ വിലക്കുന്നവൻ, നിഷിദ്ധമാക്കുന്നവൻ ആരാണ് എന്ന് ചോദിക്കുക പ്രവാചകരെ. പടച്ചവൻ ഈ ലോകത്ത് അനുഭവിക്കാൻ വേണ്ടി വിഭവങ്ങൾ തന്നിട്ടുണ്ട്. ആ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല, പക്ഷെ അവിടെ സൂക്ഷ്മത ആവശ്യമാണ് എന്നതുമാത്രം. ഓരോരുത്തരുടെയും കഴിവിനും ശേഷിക്കും സാഹചര്യത്തിനും അനുസരിച്ചാണ് ഒരു കാര്യം
ധൂർത്താണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ചിലവഴിക്കലിൽ ആവശ്യത്തിന് കഴിഞ്ഞവ ഉണ്ടാവുകയും പാഴാക്കി കളയുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് സാങ്കേതികമായി ധൂർത്ത് എന്ന് പറയുന്നത്. അതിര് വിട്ടുകൊണ്ടുള്ള അത്തരം ചിലവഴിക്കൽ വളരെ ഗൗരവതരമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ. 3 കാര്യങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹ്ക്ക് വെറുപ്പുള്ളതാണ്. 3 കാര്യങ്ങൾ പടച്ചോന് വെറുപ്പുള്ളതാണ്. ഒന്ന്, ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയാം. സത്യം ശരിക്കും മനസ്സിലാക്കാതെ അവിടുന്ന് കേട്ടത് ഇവിടെ പറയാ, ഇവിടുന്ന് കേട്ടത് അവിടെ പറയാ എന്ന സ്വഭാവം മുഅ്മിനിൽ ഉണ്ടാകാൻ പാടില്ല. 2, വഇളാഅത്തുൽ മാൽ, ധനം ദൂർത്തടിക്കുക, അതിന്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കുക തുടങ്ങിയ സ്വഭാവം. 3, വകസറത്തു സുആൽ, അധികരിച്ച ചോദ്യം. ഒരു കാര്യം പഠിപ്പിക്കപ്പെട്ടാൽ അത് നേരെ സ്വീകരിക്കുന്നതിനു പകരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ നാശത്തിന്റെ കാരണം അമിതമായ ചോദ്യം ചോദിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പശുക്കുട്ടിയെ അറക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞപ്പോ അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അമിതമായ ചോദ്യം എന്തിനു വേണ്ടിയാ? ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യൻ നടത്തുക. അതുകൊണ്ട് ഈ 3 സ്വഭാവം അത് അള്ളാഹ്ക്ക് വെറുപ്പുള്ളതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തന്നിട്ടുള്ളത്. വിവാഹം ഇന്ന് ധൂർത്തിന്റെ ഏറ്റവും പരമമായ ഒരു രംഗമാണ്. താൻ പെരുമ കാണിക്കാൻ, സമൂഹത്തിലെ തന്റെ സ്വാധീനം വ്യക്തമാക്കാൻ, ആളുകൾക്കിടയിൽ തനിക്കുള്ള സ്ഥാനം എത്ര ഉയർന്നതാണെന്ന് കാണിക്കാൻ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹം, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, അന്ന് പിശാചിന് മാത്രം സന്തോഷിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ആഘോഷങ്ങളും പ്രകടനങ്ങളും, ഇവിടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് ആരാ? മുസ്ലിം ഉമ്മത്താണ് എന്ന് കാണാൻ സാധിക്കും. നാൾക്ക് നാൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേ പ്രകാരം തന്നെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നിടത്ത്, വീടുകൾ രമ്യഹർമ്മ്യങ്ങൾ പണിയുന്നിടത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് മണിയായി കിടക്കുകയാണ് അവിടെ പണം. അവനുപയോഗമില്ലാതെ, കുടുംബത്തിന് ഉപയോഗമില്ലാതെ, സമൂഹത്തിനും തനിക്കും ഉപയുക്തമാകാവുന്ന മാർഗത്തിലേക്ക് തിരിച്ചുവിടാവുന്ന പണം പലപ്പോഴും കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാക്കി, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഡെഡ് മണിയായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മാറിപ്പോകുന്നു ഈ സമൂഹത്തിൽ. മാറ്റം അവിടെയൊക്കെ ആവശ്യമാണ്. എനിക്കത് ആവശ്യമുണ്ടോ? എന്റെ ആവശ്യം എത്രത്തോളം? ഓരോ വിഷയത്തിലും ചിന്തിക്കാനും അതിനനുസരിച്ച നയനിലപാട് സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. കാരണം ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധനം ദൂർത്തടിക്കുന്ന ആളുകൾ ശൈത്താന്മാരുടെ കൂട്ടാളികളാണ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. പിശാച് മാത്രമാണ് അത്തരം സന്ദർഭങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യം റസൂലുള്ളാഹി പറഞ്ഞല്ലോ, 2 ആൾക്കുള്ളത് 3 ആൾക്ക് മതിയാകും, 3 പേർക്കുള്ളത് 4 പേർക്ക് മതിയാവും. മിതത്വം അവിടെ ശീലിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും വീടിന്റെ കാര്യത്തിലാണെങ്കിലും ആഘോഷങ്ങളുടെ കാര്യത്തിലൊക്കെ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് മിതത്വം പാലിക്കുന്ന ആളുകൾ അവരാണ് ഇബാദുർ റഹ്മാൻ. രണ്ടാമത്തെ ഇതിന്റെ നേരെ വിപരീതമായ തലമാണ് വലം യഖ്തുറു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. അഥവാ ലുബ്ധതയാണ്, പിശുക്കാണ്. പിശുക്ക് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം ആ സ്വഭാവത്തെ കാണുന്നത്. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളെ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനു പകരം അതിനെ കെട്ടിപ്പൂട്ടി വെക്കുന്ന, അതിനോട് അങ്ങേയറ്റത്തിലെ സ്നേഹം കാണിക്കുന്ന അവസ്ഥ, അതാണല്ലോ പിശുക്ക് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഉപയോഗിക്കുന്ന അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന പ്രയോഗം സാർത്ഥകമാകുന്ന വിധത്തിലുള്ള മനുഷ്യന്റെ സ്വഭാവം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാറത്തിന്റെ കാര്യത്തിൽ പോലും ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഏത്? നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, സമൂഹത്തിന്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പിശുക്കിൽ നിന്ന് മുക്തരാകണമെന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സയ്യിദുക്കും യാ ബനി സലമ ഖുൽനാ ജദ്ദു ഇബ്നു ഖൈസ് അലാ അന്നാ നുബഖിലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, നിങ്ങളുടെ നേതാവ് ആരാണ്? നിങ്ങളെ ലീഡറായിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്തത് ആരെയാണ്? ജദ്ദു ഇബ്നു ഖൈസിനെയാണ് എന്ന് പറഞ്ഞ ശേഷം അവർ പറഞ്ഞു, പക്ഷെ അദ്ദേഹം പിശുക്കനാണ്. അങ്ങനെ ഒരു ന്യൂനത മൂപ്പർക്കുണ്ട്. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? വഅയ്യു ദാഇൻ അദ്വാ മിനൽ ബുഖൽ, പിശുക്കിനേക്കാൾ അപകടകരമായ രോഗം വേറെ ഏതാണുള്ളത്? തത്വചിന്ത സമ്പൂർണ്ണമാണ് അള്ളാന്റെ റസൂലിന്റെ ഓരോ വാക്കും. പിശുക്കിനേക്കാൾ ഗൗരവതരമായ രോഗം വേറെ ഏതാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ബൽ സയ്യിദുക്കും അംറു ഇബ്നുൽ ജുമൂഹ്, നിങ്ങളുടെ നേതാവ് നേരത്തെ പറഞ്ഞ മനുഷ്യന് പകരം അംറു ഇബ്നു ജുമൂഹ് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെ മാറ്റിക്കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇമാറത്ത് ഏൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഔദാര്യ സ്വഭാവമുണ്ടാകണം, പിശുക്കിൽ നിന്ന് മുക്തമാകണമെന്ന പാഠമാണ് ഈ സംഭവത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി തരുന്നത്. മനുഷ്യന്റെ ഒരു സ്വഭാവം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാ 100-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് ഇങ്ങനെ കാണാം. ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മതി റബ്ബി ഇദല്ല അംസക്തും ഖശ്യതൽ ഇൻഫാഖ് വകാനൽ ഇൻസാനു ഖതൂറാ. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഖജാനകൾ നിങ്ങൾക്ക് നൽകപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യും? ഇതല്ല അംസക്തും ഖശ്യതൽ ഇൻഫാഖ്, ചെലവഴിച്ചാൽ തീർന്നു പോകുമെന്ന് കരുതി പിടിച്ചു വെക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവം. അള്ളാന്റെ റഹ്മത്തിന്റെ ഖജാനകൾ മൊത്തം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാലും ഔദാര്യം കാണിക്കുന്നതിന് പകരം ഞാനിത് കൊടുത്താൽ തീർന്നു പോകും എന്ന പിശുക്ക്, ആ ലുബ്ധത നിങ്ങളെ പിടിച്ചു നിർത്തും. വകാനൽ ഇൻസാനു ഖതൂറാ, മനുഷ്യൻ അങ്ങേയറ്റം ലുബ്ധൻ തന്നെയാണ് എന്ന് അല്ലാഹു തുടർന്ന് പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഒരു സ്വഭാവമാണത് എന്നാണ്. ഏതില്? നല്ലതിന് കൊടുക്കുന്നിടത്തെ അതുണ്ടാകുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 4-5 ദിവസം നടക്കുന്ന വിവാഹാഘോഷങ്ങളിൽ മനുഷ്യന് ഒരു പിശുക്കും ഉണ്ടാകില്ല. ഒരു കാര്യമില്ല എന്ന് കണ്ടാൽ 1500-2000 രൂപയ്ക്ക് ഒരു കേക്ക് വാങ്ങിയിട്ട് എന്റെ ബർത്ത്ഡേ ആണ്, മോളെ ബർത്ത്ഡേ ആണ്, പേരക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞ് കാരണങ്ങൾ ഉണ്ടാക്കാൻ. ഇനി ഒരു കാരണം കിട്ടിയില്ലെങ്കിലോ 40 കൊല്ലമായി ഉമ്മന്റെയും ബാപ്പന്റെയും കല്യാണം കഴിഞ്ഞിട്ട് 40th മാരേജ് ആനിവേഴ്സറി, അതിന് കുറച്ച് കേക്ക് വാങ്ങുക, മുറുക്കുക, എന്തെങ്കിലും ആയിട്ട് ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം, ടൂറുകൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷെ പരിധി വിട്ടുപോകുന്ന അവസ്ഥ, ദുനിയാവെന്ന് പറഞ്ഞ ആഘോഷിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള കാര്യത്തിൽ ചിലവഴിക്കുന്നതിൽ ഒരു പിശുക്കുമില്ല. നല്ല കാര്യത്തിന് ചെന്നാലോ അങ്ങോട്ട് കൊടുത്താലോ എന്ന് ചെന്ന ആളുകൾക്ക് തോന്നിപ്പോകും. പള്ളിയുടെ ആവശ്യത്തിന്, മദ്രസത്തിന്റെ ആവശ്യത്തിന് സമീപിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ കുറ്റം പറയാനല്ല, ഇത് പറയുന്നത് പൊതുസമൂഹത്തിന്റെ സ്വഭാവമാണ്. ഇല്ലാ പാട്ടുകൾ പാടിയിട്ട് വന്ന ആളുകൾക്ക് ഇയാൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലും തോന്നിപ്പോവും. അയാൾ കഴിഞ്ഞ 4-5 മാസമായി നല്ലതിനു വേണ്ടി കൊടുത്തതിന്റെ മുഴുവൻ കണക്ക് എടുത്തു പറയും, ബിസിനസ് ടൈറ്റിലാണെന്ന് പറയും എന്ന് തുടങ്ങിയ പ്രാരാബ്ദങ്ങളുടെ ഭണ്ഡാരം. അതേ മനുഷ്യൻ തന്നെ പിറ്റത്തെ മാസം അയാളുടെ വീട്ടിലൊരു ചടങ്ങ് നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും അവിടെ ഉണ്ടാവുകയും ചെയ്യില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹ് ഇവിടെ എടുത്തു പറയാം, മനുഷ്യന്റെ സ്വഭാവം പിശുക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മസിദ്ധമായ സ്വഭാവത്തിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ സമാനമായി ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് ഷുഹ് എന്നത്. സൂറത്തു തഗാബുനിലും സൂറത്തു ഹശ്റിലും അല്ലാഹു ആ വാക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാം. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവനാകുന്നു വിജയി എന്നതാണ്. മനസ്സെപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു സ്വഭാവമാണ് ഏത്? പിശുക്ക് എന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടവനെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ, ഇഹത്തിലും പരത്തിലും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. യതഖാറബുസ്സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. യതഖാറബുസ്സമാൻ, കാലം അടുത്തതായി തോന്നും. എത്ര പെട്ടെന്ന്! കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞത് എത്ര എളുപ്പത്തിലാണ്. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് എത്ര മാസങ്ങളായി നമ്മൾ സ്ഥിരമായി പറയുന്നൊരു വാക്കാണ്. എത്ര പെട്ടെന്നാണ് കാലം, ദിവസം, മാസം കഴിഞ്ഞു പോകുന്നത്. അന്ത്യനാളിന്റെ അടയാളമാണ് കാലം അടുത്തതായി അനുഭവപ്പെടുക എന്നുള്ളത്. 2 വയംഖുസുൽ അമൽ, അന്ത്യനാളിന്റെ മറ്റൊരടയാളം അമല് കുറവായിരിക്കും. വാചാടോപങ്ങളും വർത്താനങ്ങളും മറ്റ് കാട്ടിക്കൂട്ടലുകളെ ഉണ്ടാവുള്ളൂ. അള്ളാന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ടുള്ള അമല് മനുഷ്യനിൽ കുറയും. 3-ാമത്തേത് വയുൽഖശുഹ, 3-ാമത്തെ സ്വഭാവം അന്ത്യനാൾ അടുക്കുമ്പോൾ എന്ത്? മനുഷ്യരുടെ മനസ്സുകളിൽ പിശുക്ക് അധികരിക്കുക എന്നുള്ളത്, നല്ലതിനു വേണ്ടി ചെലവഴിക്കാനുള്ള മടിയുണ്ടാവുക എന്നത് അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്താണ് പിശുക്ക് മനുഷ്യനിൽ വരാനുള്ള കാരണം? ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാനിന്റെ ദൗർബല്യമാണ്. പിശുക്ക് മനുഷ്യരിലേക്ക് വരാനുള്ള കാരണം ലാ യജ്തമിഉ ശുഹ്ഹുൻ വ ഈമാനുൻ ഫീ ഖൽബി റജുലിൻ മുസ്ലിം. ഇമാം നസായി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂലുള്ളാഹി പറയാണ്, ഒരു മുഅ്മിനിന്റെ മനസ്സിൽ, മുസ്ലിമിന്റെ മനസ്സിൽ ഒരിക്കലും തന്നെ
ഈമാനും പിശുക്കും ഒരുമിച്ച് വരൂല. ഇത് രണ്ടും ഒന്നിച്ചു നിൽക്കുന്നതല്ല. അപ്പൊ പിശുക്ക് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ, അതിനർത്ഥം ഈമാൻ അവിടെ കുറഞ്ഞു പോകുന്നുണ്ട് എന്നതാണ്. രണ്ടാമത്തെ പ്രധാനമായ കാരണം നമ്മുടെ ആജന്മ ശത്രുവായ പിശാചിന്റെ ദുർബോധനമാണ്. സൂറത്ത് ബഖറ 268 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹിശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫള വല്ലാഹു വാസിഉൻ അലീം. പിശാച് എപ്പോഴും നിങ്ങൾക്ക് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭീഷണികൾ, താക്കീതുകൾ അത് നൽകിക്കൊണ്ടേയിരിക്കും. തിന്മക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിനക്ക് 2 പെൺകുട്ടികളല്ലേ, നിനക്ക് 3 പെൺകുട്ടികളല്ലേ, ഇങ്ങനെ ചെലവഴിച്ചാൽ ശരിയാവില്ല, ഇത്ര കൊടുക്കേണ്ടതില്ല. അങ്ങനെ പല ന്യായം നടത്തിയിട്ട് നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള സന്ദർഭങ്ങളിൽ അവൻ എന്തു ചെയ്യും? ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, താക്കീത് മനസ്സിലിങ്ങനെ കൊണ്ടുവരും. മ്ലേച്ഛമായ കാര്യത്തിനു വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫള, അല്ലാഹു അവനിൽ നിന്നുള്ള പാപമോചനത്തെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അങ്ങേറ്റം വിശാലമാക്കുന്നവനും സർവജ്ഞനാണ്. അതുകൊണ്ട് പടച്ചവന്റെ വാഗ്ദാനത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്, നിങ്ങൾ സ്വീകരിക്കേണ്ടത്. പിശാചിന്റെ വാഗ്ദാനം, അവൻ മനസ്സിലുണ്ടാക്കുന്ന ഭയപ്പാടുകൾ, അത് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഓർമ്മ വേണമെന്നർത്ഥം. وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى. സൂറത്തുൽ ലൈൽ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഅമ്മാ മൻ ബഖില വസ്തഗ്ന, 2 സ്വഭാവം. ഒന്ന്, പിശുക്ക് മനസ്സിൽ വെച്ച് പുലർത്തുക. 2, ഇസ്തിഗ്ന, ഞാൻ തരക്കേടില്ല, ഞാൻ മതിയായവനാണ് എന്ന ചിന്ത. ഇത് രണ്ടും. അതോടൊപ്പം വകദ്ദബ ബിൽ ഹുസ്ന, അൽ ഹുസ്ന മഅന അൽ ജന്ന, സ്വർഗത്തെ നിഷേധിക്കുക, പരലോകത്തെ നിഷേധിക്കുക, എനിക്ക് ഞാൻ എന്ന ഭാവത്തിൽ നടക്കുക, മനസ്സിൽ പിശുക്ക് വെച്ച് പുലർത്തുക. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, ഏറ്റവും പ്രയാസകരമായതിലേക്ക് അഥവാ അസഹ്യമായ നരകശിക്ഷയിലേക്ക് നാം അവന് എളുപ്പമാക്കി കൊടുക്കും, അവന്റെ വഴി എളുപ്പാക്കി കൊടുക്കും എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പിശുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഞാൻ എന്ന ഭാവം മനസ്സിനെ ബാധിക്കുന്നതിൽ നിന്ന്, എനിക്ക് ഞാൻ മതിയായവനാണ് എന്ന ചിന്ത ഹൃദയത്തിൽ കടന്നു വരുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതേ പ്രകാരം തന്നെ പരലോകത്തെ നിഷേധിക്കുന്ന വാക്കും പ്രവൃത്തിയും നമ്മിൽ വന്നു പോകാതെ കാത്തു സൂക്ഷിക്കണം. എങ്കിലേ സ്വർഗത്തിലേക്ക് നാം നയിക്കപ്പെടുകയുള്ളൂ. പിശുക്കിനെ കുറിച്ച് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ പിശുക്ക് ഏതാണെന്നറിയാം. ഭാര്യക്ക് കൊടുക്കാത്തതിനെ കുറിച്ചും മക്കൾക്ക് കൊടുക്കാത്തതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി. മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ പിശുക്ക് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അൽ ബഖീലുല്ലദീ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്റെ പേര് പറയപ്പെട്ടു, പക്ഷേ കേട്ടപ്പോ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയില്ല. ആ മനുഷ്യനാണ് ഏറ്റവും വലിയ പിശുക്കെന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ നടത്തുന്ന ഏറ്റവും വലിയ പിശുക്കേതാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അവിടേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാതിരിക്കുക, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച പ്രത്യേകിച്ചും ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി തിരുദൂതർ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സുന്നത്തിന്റെ കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ധൂർത്തും അതുപോലെ തന്നെ പിശുക്കും എന്നത്. പരലോകം നഷ്ടപ്പെടുത്തുന്നതാണ്. അതിനിടയിലുള്ള ബൈനദാലിക ഖവാമ, രണ്ടിനുമിടയിലുള്ള ഋജുമായ മാർഗം സ്വീകരിക്കുന്നവനാണ് ഇബാദുർ റഹ്മാനിൽപ്പെട്ടവൻ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽപ്പെട്ടവൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ കാണാം. പ്രത്യേകിച്ചും അക്കൂട്ടത്തിൽ ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്ന്, വ്യഥയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ദുർബലാവസ്ഥയിൽ നിന്ന്, ശാരീരികമായ ദൗർബല്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അതിന്റെ കൂടെ റസൂലുള്ളാഹ് പറയാൻ വേണ്ടി പഠിപ്പിച്ചതാണ് ചിത്തഭ്രമം, മനസ്സിന്റെ സമനില തെറ്റിപ്പോകുന്ന അവസ്ഥ, അതുപോലെ മനസ്സിനെ ബാധിക്കുന്ന പിശുക്ക്, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ ഗലബതി ദൈനി വഖഹ്രി റിജാൽ. കടം എന്നെ കീഴടക്കുന്നതിൽ നിന്നും, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ
രക്ഷപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുർഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും മനസ്സ് ഔദാര്യ സ്വഭാവമുള്ളത്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു മനസ്സ്, ഏത് നയാ പൈസ ചെലവഴിക്കുമ്പോഴും റഹ്മാനെ ഇത് നീ അനുവദിച്ചതാണോ, നിന്റെ കോപത്തിന് വിധേയമാകുന്നതാണോ എന്ന ഒരു പരിശോധന അതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാകട്ടെ. സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. വീടിന്റെ ഭരണാധികാരികളാണ്, കുടുംബിനികളാണ് നിങ്ങൾ. വാങ്ങിക്കൂട്ടുന്ന ഒരു സംസ്കാരം ഇന്ന് പൊതുവെ ഉള്ളതാണ്. വാങ്ങിക്കൂട്ടുന്ന സംസ്കാരം. വീട്ടിലേക്ക് വരുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ടാകും, കറുത്ത വലിയ ബാഗുകളൊക്കെ തൂക്കിയിട്ട്. വേണ്ടെന്ന് ആദ്യം പറഞ്ഞാലും അവർക്ക് അവരുടെ ഉപജീവന മാർഗമാണ്, നമ്മുടെ മുമ്പിലേക്ക് തുറന്നിടും. ആവശ്യമുള്ളത് വാങ്ങാം, പക്ഷേ വേണ്ടുന്നതിനപ്പുറം വാങ്ങിക്കൂട്ടി ഷോക്കേസുകൾ ഷോക്ക് വേണ്ടിയുള്ളതായി മാറുന്ന, അലമാരകളാൽ പാത്രങ്ങളാൽ നിറയുന്ന, അലമാരകളാൽ വസ്ത്രങ്ങളാൽ നിറയുന്ന, ആവശ്യത്തിലേറെ വാങ്ങിക്കൂട്ടുന്ന ഒരു അവസ്ഥ വന്നോ കുടുംബനാഥൻ കുത്തുവാളയെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വേവിച്ചിടുക, കുറെ വേസ്റ്റായി കളയുക എന്നതാണ് നമ്മൾ ശീലിക്കുന്നതെങ്കിൽ തീർച്ചയായും റബ്ബിൽ നിന്നുള്ള ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സൂക്ഷ്മത, ഈ പറഞ്ഞ പിശുക്കിന്റെയും ദൂർത്തിന്റെയും മധ്യത്തിലുള്ള റബ്ബ് തന്ന നിഅമത്താണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന അതിയായ തഖ്വയോടെ ഈമാനോടുകൂടി ഓരോ വിഭവത്തെയും നാം ഉപയോഗപ്പെടുത്തുക. ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് നൽകാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു പിശുക്കിൽ നിന്നും ധൂർത്തിൽ നിന്നും രക്ഷപ്പെട്ട് റബ്ബിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലെ നാം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് അള്ളാഹുവിൻ്റെ കോപം വന്നു ചേരാൻ ഇടയുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമുക്കറിയാവുന്ന പോലെ പലിശ എന്നത്. അതീവ ഗൗരവത്തോടുകൂടിയാണ് പരിശുദ്ധ ദീൻ അതിനെ കാണുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് 3-ാമത്തെ അധ്യായത്തിലെ 130-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ലാ തഅകുലു റിബാ അദ്ആഫൻ മുളാഅഫ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ ഇരട്ടിയായി പലിശ ഭുജിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിച്ചേക്കാം. പലിശയുമായി ബന്ധപ്പെട്ട ഇടപാട്, അത് വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതുന്നവൻ, സാക്ഷിയാകുന്നവർ, ഇവരെയൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന ഗൗരവതരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് നമുക്കെപ്പോഴും ഓർമ്മയുണ്ടാകണം. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ നസീം. തീർച്ചയായും അള്ളാഹു പലിശയെ അതിനെ നശിപ്പിച്ചു കളയും, എന്നാൽ സദഖയെ അള്ളാഹു സംരക്ഷിച്ചു വളർത്തുകയും ചെയ്യും. അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ആരെ? കാഫിറുകളെയും പാപികളെയുമായ ആളുകളെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം, പലിശ എന്നത് അത് തിന്മയാണ്, അത് നിഷേധമാണ് എന്നതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. പലിശയുമായി ബന്ധപ്പെട്ടോ അവിടെ ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് നാം മനസ്സിലാക്കണം. സാമ്പത്തിക രംഗത്ത് പലപ്പോഴും പ്രതിസന്ധികൾ വരും. അപ്പൊ പിശാച് വന്ന് ഉപദേശിക്കും. അതാ നമ്മുടെ അയൽപക്കത്തൊക്കെ വന്നു പോകുന്നുണ്ട്, തമിഴ്നാട്ടിലുള്ള സഹോദരന്മാർ ബൈക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്, അവരോട് എത്ര ചോദിച്ചാലും കിട്ടും, മാസത്തിൽ ഇത്ര തിരിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് തൽക്കാല പ്രതിസന്ധി നീങ്ങാൻ അവരുടെ അടുക്കൽ നിന്ന് വട്ടിക്കെന്തെങ്കിലും വാങ്ങിയ തരക്കേടില്ല. അത് വാങ്ങിയൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഗൗരവത്തോടുകൂടി പടച്ചറബ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സൂറത്തു ബഖറ 275-ാമത്തെ ആയത്തിൽ അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതു ശൈത്വാനു മിനൽ മസ് ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബാ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇഹലോകത്ത് വെച്ച് പലിശ തിന്ന ആളുകൾ നാളെ മഹ്ശറിൽ ഹാജരാക്കപ്പെടുമ്പോ പിശാച് ബാധ ഏറ്റവൻ മറിഞ്ഞു വീഴുന്ന പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല എന്നാണ്. അതിന് കാരണം എന്താ? അവിടെ വെച്ച് അങ്ങനെ ശിക്ഷ കിട്ടാൻ കാരണം ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബാ. ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ അവർ പറഞ്ഞത് തീർച്ചയായും
പലിശ കച്ചവടം അതൊക്കെ സമാനമാണ് എന്നുള്ളതാണ്. ആ നിലക്കാണ് അവർ അതിനെ കണ്ടത്. പലിശയെ ചെറുതാക്കി നിസ്സാരവൽക്കരിച്ചു. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യം. കൂടുതൽ പണം കയ്യിൽ വെക്കാൻ പാടില്ല, ബാങ്കിലിടണം. ബാങ്കിലിട്ട് കഴിഞ്ഞാൽ പലിശയുണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം PF ഉണ്ടാകും, PFന് പലിശയുണ്ടാകും. പക്ഷെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മത പാലിക്കുക എന്നത് മാത്രമാണ് ഇന്ന് പ്രായോഗികമായിട്ടുള്ള കാര്യം. പണ്ടത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 10 രൂപ അക്കൗണ്ടിലേക്ക് ഏതിനത്തിൽ വന്നാലും ആ നിമിഷം തന്നെ അറിയാനുള്ള മാർഗം ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സ്വന്തത്തിന് ഉപയോഗിക്കുന്നതിനു പകരം സമൂഹത്തിലെ പൊതു നന്മയിൽപ്പെട്ട കാര്യങ്ങളിലേക്ക് നീക്കിവെക്കുക എന്നതാണ് പണ്ഡിതന്മാർ ഭൂരിഭാഗവും ആ വിഷയത്തിൽ അഭിപ്രായമായി അറിയിച്ചിട്ടുള്ള കാര്യം. ആ നിലക്കുള്ള സൂക്ഷ്മത, ഈ തിന്മയുടെ പണം നമ്മുടെ പണത്തിൽ ചേരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അത് സമ്പത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര ലോൺ വാങ്ങുന്നതിൽ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ കിട്ടാവുന്ന ലോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അടച്ചു കൊടുക്കാൻ സംവിധാനമുണ്ട്, 2 സാക്ഷികൾ ഉണ്ടായാൽ മതി എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെയൊക്കെ ലാഘവത്തോടു കൂടി കാണുന്ന, വീടിനൊരു എക്സ്റ്റൻഷൻ, ഒരു റൂം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു അപ്സ്റ്റെയർ പണിയണം, തൽക്കാലം ലോൺ എടുക്കാം. ബാങ്കുകളാണെങ്കിൽ ഇത് ആ വാതിലുകൾ തുറന്നിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. ഒരിക്കൽ പിടി കിട്ടിയാൽ പിന്നെ ആ പിടിയിൽ നിന്ന് മുക്തമാകാത്ത വിധത്തിലുള്ള സംവിധാനമാണ് പലിശ എന്ന് പറയുന്നത്. എത്രയെത്ര ആളുകളാണ് നമുക്കറിയാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഇതുമായി മനസ്സ് സാമ്യതപ്പെട്ടാൽ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല പോയിട്ട് പലിശ വാങ്ങാൻ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവതരമായി, ഏറ്റവും താഴെക്കിടയിലുള്ളത് പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവതരം എന്നതാണ് പലിശയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇബാദുർ റഹ്മാന് ആ വിഷയത്തെ നിസ്സാരമായി കാണുക സാധ്യമല്ല. വത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നാം നെഞ്ചിലേറ്റുക. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ ഈ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. സമ്പത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഹറാമുകൾ വന്നു ചേരാതെ, നമ്മുടെ സമ്പത്തുമായി കലരാതെ സൂക്ഷ്മത പാലിക്കുക. മക്കളെയും കുടുംബത്തെയും ഒക്കെ നമ്മൾ ആ കാര്യം പറഞ്ഞു പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും അത്തരമൊരു തർബിയത്തിലും തദ്രീബിലും അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥൻ അള്ളാഹു നൽകിയ വിഭവങ്ങളെ അവന്റെ ഇഷ്ടത്തിനു വേണ്ടി മാത്രം ചിലവഴിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി ബിൽ ഖുർആൻ, വൽഹംദുലില്ലാഹി ബിൽ ഈമാൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹ്രി الرجال. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم انصر المجاهدين في فلسطين. اللهم اشف مرضاهم وتقبل شهداءهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.